ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 23-ാം വാക്യം. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഒരിക്കൽ തണുപ്പുള്ള ഒരു രാജ്യത്ത് ഒരു വീടിൻ്റെ ഡോർ ബെല്ലടിച്ചു. വീട്ടുടയവൻ വാതിൽ തുറന്നപ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അയാൾ ഭിക്ഷക്കാരന് പണം നൽകി അയാൾ മടങ്ങിപ്പോകുവാൻ തുടങ്ങുമ്പോൾ വീട്ടുടയവൻ ചോദിച്ചു, തണുപ്പിനുള്ള വസ്ത്രമില്ലാതെ എങ്ങനെയാണ് ഈ തണുപ്പിൽ നീ യാത്ര ചെയ്യുന്നത്? യാചകൻ പറഞ്ഞു, എനിക്ക് കമ്പിളി വസ്ത്രമില്ല, വാങ്ങുവാൻ പണവുമില്ല. അതിനാൽ ഞാൻ തണുപ്പ് സഹിച്ച് അതിനെ അതിജീവിച്ച് മുൻപോട്ട് പോവുകയാണ്. വെയിറ്റ് ചെയ്യൂ, ഞാനൊരു ജാക്കറ്റ് തരട്ടെ എന്ന് പറഞ്ഞു. അയാൾ അകത്തേക്ക് പോയി. യാചകൻ അവിടെ കാത്തു നിന്നു. അകത്തേക്ക് പോയ വീട്ടുടയവൻ പല ഫോണുകൾ വന്നതിനാൽ വളരെ തിരക്കിൽ ആയതിനാൽ അയാൾ യാചകൻ്റെ കാര്യം മറന്നു. പിറ്റേ ദിവസമാണ് പിന്നീട് അയാൾ കതക് തുറന്നത്. അപ്പോൾ അതാ ഭിക്ഷക്കാരൻ അവിടെ തണുത്ത് മരവിച്ച് മരിച്ചു കിടക്കുന്നു. അയാൾ അവിടെ ഒരു കുറിപ്പ് വെച്ചിരുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഇത്രനാളും എനിക്ക് കമ്പിളി വസ്ത്രം ഇല്ലായിരുന്നു. ഞാൻ തണുപ്പ് സഹിച്ച് ജീവിച്ചിരുന്നു. ഇന്ന് ഒരു കമ്പിളി കിട്ടും എന്ന് പ്രത്യാശയുണ്ടായപ്പോൾ എനിക്ക് തണുപ്പ് സഹിക്കാൻ കഴിയാതെയായി. ഇനിയും എനിക്ക് എവിടെയും പോകുവാൻ ശക്തിയില്ല. താങ്കൾ വാഗ്ദാനം നിറവേറ്റിയിരുന്നുവെങ്കിൽ ഞാൻ വീട്ടിൽ എത്തുമായിരുന്നു. വാഗ്ദാനങ്ങൾ നൽകുന്നത് പ്രയാസമില്ലാത്ത കാര്യമാണ്. നമ്മുടെ ഭരണാധികാരികളും മറ്റു പല നേതാക്കളും, ചിലപ്പോൾ നാം തന്നെയും മറ്റു പലർക്കും എന്തുമാത്രം വാഗ്ദാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ പിന്നീട് നാം ആ കാര്യം വിസ്മരിച്ചു പോകുന്നു. നിറവേറ്റപ്പെടാത്ത വാഗ്ദാനം നിറവേറ്റപ്പെടാത്ത കടമ തന്നെയാണ്. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആനയെ കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന്. അത് വിളിച്ചുണർത്തിയിട്ട് അത്താഴം ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് മിക്കപ്പോഴും ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ. അവർ ആവശ്യപ്പെടാതെ നാം സ്വന്തം നിലയിൽ ചെയ്യുന്നതാണ്. ഒരുപക്ഷെ അവരോടുള്ള സ്നേഹമോ സഹതാപമോ അതിന് കാരണമാകാം. എന്നാൽ നാം വാഗ്ദാനം നിറവേറ്റാതിരിക്കുന്നത് വലിയ വിനാശകരമാണ്. അപരന് മാത്രമല്ല, നമുക്കും വിനാശമാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്നേഹമോ അനുകമ്പയോ തോന്നി എങ്കിലും താമസം വിന അതൊക്കെ ഹൃദയത്തിൽ നിന്നും വറ്റിപ്പോകുന്ന അവസ്ഥയാണ് പലർക്കുമുള്ളത്. ദുരിതബാധിത പ്രദേശങ്ങളിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്ന മന്ത്രിമാരും മറ്റും തിരികെ ഭവനങ്ങളിൽ എത്തിക്കഴിയുമ്പോഴേക്കും അതെല്ലാം മറന്നുപോകും. ഇങ്ങനെയുള്ള നൈമിഷിക സ്നേഹവും ആർദ്രതയും ഇപ്പോഴത്തെ ആഘാതത്തിന് പുറമെ ദുരിതബാധിതരുടെ മനസ്സിൽ ഒരാഘാതം കൂടെ വരുത്തുവാൻ മാത്രമേ സഹായകമാകൂ. എന്നാൽ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നവർക്ക് ചില വാഗ്ദാനങ്ങൾ താൽക്കാലിക ആശ്വാസം നൽകുന്നവയാണ്. അങ്ങനെയുള്ള അവസരത്തിൽ അത് നല്ലതാണ്. പക്ഷേ വാഗ്ദത്തം ചെയ്തവർ അത് നിവർത്തിക്കണം. അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്യാതിരിക്കുന്നത് ഏറെ നല്ലത്. നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്ത് നിവർത്തിക്കുവാനാണ്. നമുക്കും അങ്ങനെയായിരിക്കാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. വാഗ്ദത്തം നിറവേറ്റുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വാഗ്ദത്തം പാലിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് കർത്താവേ, ഈ പ്രഭാതത്തിലെ വചനധ്യാനത്തിലൂടെ ഞങ്ങളെ അതിന് ശക്തീകരിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.